ലേൺ ലൈഫിലേക്ക് സ്വാഗതം. ജീവിതം പഠിക്കുക, എന്നിട്ട് ജീവിക്കുക. ഇതാണ് ഈ ചാനൽ ലക്ഷ്യം വെക്കുന്ന പ്രോഗ്രാംസ്. ഞങ്ങളുടെ എപ്പിസോഡുകളെല്ലാം അതിനെ അധികരിച്ചിട്ട് ഉള്ളതാണ്. കാരണം ഇത് ആവർത്തിച്ച് പറയുന്നത് പുതിയ നിരവധി ആളുകൾ ഈ ചാനൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നിരവധി അപ്രീസിയേഷൻ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് വേണ്ടി ഒന്ന് പറയുന്നതാണ്, ജീവിതം പഠിക്കാതെ ജീവിക്കാൻ തുടങ്ങിയവരൊക്കെ തന്നെ പരാജയപ്പെട്ട നിരവധി സംഭവങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങളുടെ എപ്പിസോഡുകളിൽ പങ്കുവെക്കുന്നുണ്ട്. അനുഭവങ്ങൾ തന്നെയാണ് പങ്കുവെക്കുന്നത്. അത്തരം വിവരങ്ങൾ അറിയാൻ ഭാര്യാഭർത്തൃബന്ധം എങ്ങനെ ഊഷ്മളമാക്കാം, ആ ബന്ധത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ എങ്ങനെയൊക്കെ പരിഹരിക്കാം, ഇതെല്ലാം കൂടി ഞങ്ങൾ പലരുടെയും അനുഭവങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ടാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നിങ്ങൾക്കും ഇതിൽ ഭാഗമാകാം. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഫോൺ നമ്പർ നൽകുന്നുണ്ട്. ആ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജായി അയക്കാം, വീഡിയോ ആയിട്ട് അയക്കാം, അഭിപ്രായമായിട്ട് അയക്കാം. ഇല്ല, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്നാൽ കമൻറ്റ് ബോക്സിൽ എല്ലാം തുറന്നു പറയാൻ കഴിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിരവധി ആളുകൾ കൗൺസിലിംഗ് വേണം എന്ന് ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. പലരും വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ആളുകളോടൊക്കെ, കാരണം അടുത്ത കാലത്താണ് ഈ ചാനൽ ഓപ്പൺ ചെയ്തത്, കുറച്ച് എപ്പിസോഡുകളെ ആയിട്ടുള്ളൂ. തുടർന്നും ഞങ്ങൾ ഒരിക്കലും മുടക്കം വരുത്താത്ത നിലയിൽ എപ്പിസോഡുകൾ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ കാണാത്ത തരത്തിലുള്ള, എന്നെ ഞെട്ടിപ്പിച്ചതായ ഒരു വീഡിയോയുടെ കാര്യമാണ് പറയുന്നത്. ആ വീഡിയോ അത് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നും വന്ന വീഡിയോ അല്ല, മറ്റാരും കണ്ട വീഡിയോയും അല്ല. ഒരു 3-4 വ്യക്തികൾ മാത്രം കണ്ടതായ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ എനിക്ക് അയച്ച് തന്നത് ഏകദേശം 48 വയസ്സ് വരെ പ്രായമുള്ള ഒരു ഭാര്യയാണ്, ഒരാളുടെ ഭാര്യയാണ്. 48 ആവില്ല എന്നെനിക്ക് തോന്നുന്നു. ഫോട്ടോ കണ്ടിടത്തോളം ഏകദേശം ഒരു 40-40 വയസ്സ് മാത്രം മതിക്കുകയുള്ളൂ ഫോട്ടോയിൽ. ഞാൻ ആദ്യം പറഞ്ഞത് 48 ആകുമോ എന്നൊരു സംശയം വെച്ചിട്ടാണ്. അല്ല, ഫോട്ടോ കണ്ടപ്പോൾ ഏതാണ്ട് ഒരു 40-42 വയസ്സിനകത്ത് പ്രായമുള്ള സുന്ദരിയായ ഒരു സ്ത്രീ, വളരെ സൗന്ദര്യമുള്ള ഒരു ലേഡി എനിക്ക് അയച്ചു തന്നതാണ്. അവർ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള വ്യക്തി തന്നെയാണ്. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവരിപ്പോൾ ഗൾഫിലാണ്. പക്ഷേ ഈ സംഭവം നടക്കുന്നത്, ഈ വീഡിയോ അവർ കാണുന്നത് നാട്ടിലുള്ളപ്പോഴാണ്. അത് ഇപ്പോഴൊന്നുമല്ല. ഏകദേശം ഈ വീഡിയോ അവർ കണ്ടതിന് ശേഷം 17 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അപ്പോഴാണ് ഈ വീഡിയോ അവർ കാണുന്നത്. നാട്ടിലുള്ളപ്പോൾ വിദേശത്തുള്ള അവരുടെ ഭർത്താവിനെ കുറിച്ച് ഒരു സുഹൃത്ത് അയച്ചു കൊടുത്ത ഒരു വീഡിയോ ആണ്. ഭർത്താവിന് വേണ്ടി അയച്ചു കൊടുത്ത ഒരു വീഡിയോ ആണ് ഇത്. അവർ വിവാഹം കഴിഞ്ഞ ഏകദേശം അടുത്ത കാലത്താണ് അവർ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഭർത്താവ് വീട്ടിലുണ്ട്, താരം ഈ നാട്ടിലുണ്ട്. ആ വിദേശത്ത് ജോലിയുള്ള അദ്ദേഹം അവിടെ നിന്നും ലീവിന് നാട്ടിൽ വരുന്ന സമയത്താണ്. ഭാര്യയെ കൊണ്ടുപോയിട്ടില്ല, ഭാര്യ നാട്ടിലാണ്. അങ്ങനെ ഭാര്യ നാട്ടിലുള്ള സമയത്താണ് ഇദ്ദേഹം വീട്ടിൽ ഉള്ളപ്പോൾ ഇദ്ദേഹത്തിന് ഒരു വീഡിയോ വരുന്നു. വീഡിയോ വാട്സാപ്പിലാണ് വന്നത്. ഇവർ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കണ്ട ആ വീഡിയോ കൊണ്ട് അവർ ഞെട്ടിപ്പോയി. വളരെ ഷോക്കഡായിപ്പോയി ആ ലേഡി വളരെ പെട്ടെന്ന്. അപ്പം അവർ ആ വീഡിയോയിൽ കേട്ട ശബ്ദം, ഇയാളുടെ ഏകദേശം അടുത്ത് വെച്ചാണ് ഇവർ ഓപ്പൺ ചെയ്തത്. ഹസ്ബൻഡ് അല്ലേ. അപ്പം ഹസ്ബൻഡ് ആ സമയം എന്തോ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ഈ ഫോൺ ഓപ്പൺ ആകുന്നതും ഇത് കാണുന്നതും. പെട്ടെന്ന് ഹസ്ബൻഡ് ചാടി എഴുന്നേറ്റ് ഈ ഫോൺ പിടിച്ചു വാങ്ങി. കുറച്ച് ഭാഗം അതിനിടയ്ക്ക് ഇവർ കണ്ടു കഴിഞ്ഞു. ഭർത്താവ് അത് തട്ടിപ്പറിച്ചു മാറ്റി. എന്നിട്ട് അദ്ദേഹം അപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി അദ്ദേഹം ബെഡ്റൂമിലേക്ക് പോയി. അന്ന് പിന്നീട് ഇതിനെക്കുറിച്ച് ഭാര്യ ചോദിച്ചു, ഇതാരയച്ച ഫോട്ടോ, ഇതെന്താണ്, നിങ്ങൾ ഇതെന്താ ചെയ്യുന്നത്, ഇതെന്താ എങ്ങനെ സംഭവിച്ചു എന്ന് ഇവർക്ക് വിചിത്രമായി തോന്നിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആ ഷോക്ക് തീരുന്നില്ല. ഇവർ ഉടനെ ബെഡ്റൂമിലേക്ക് ഭർത്താവിൻ്റെ കൂടെ പോയി തലങ്ങും വിലങ്ങും ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത്, ഏതോ ഒരു ഭ്രാന്തൻ എന്തെങ്കിലും എടുത്ത് എനിക്ക് അയച്ചതായിരിക്കും, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നിന്റെ ഇത് നോക്ക്, എന്നെ അബദ്ധത്തിലാക്കാൻ വേണ്ടി ചെയ്തതാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം എന്തോ ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് ഭാര്യയ്ക്ക് അപ്പം തന്നെ തോന്നി. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ഇത് മറ്റാരോ
തന്നെ പറ്റിക്കാൻ വേണ്ടി അയച്ചതാണ് എന്നൊക്കെ ഇയാൾ പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഭാര്യ അങ്ങനെ അവർക്ക് ഒരു അധികം പ്രായമൊന്നുമില്ല. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വൈവാഹിക ബന്ധത്തിന് 13 വയസ്സിൻ്റെ അന്തരമുണ്ട്. അയാൾ അത്രയും സീനിയറാണ്. പക്ഷേ അതൊന്നും ഒരു പൊരുത്തക്കേടായിട്ട് ഈ ഭാര്യയെ തോന്നിയില്ല. വളരെ നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനാണെന്നുള്ളൊരു നിഗമനത്തിലാണ് ഇവർ പോയത്. പിന്നീട് ഇത് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ അതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കാം. പക്ഷേ ഇന്ന് ഈ വീഡിയോയെക്കുറിച്ച് മാത്രം ഞാൻ പറയുകയാണ്. ഈ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ അവർ എനിക്ക് അയച്ചു തന്നു. ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഷോക്കഡായെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ശരിക്കും ഷോക്കഡായിപ്പോയ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ആ വീഡിയോ. ചിലരൊക്കെ കരുതും മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധമായിരിക്കാം ആ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുള്ളതെന്നും അത് അയച്ചു കൊടുത്തത് എന്നുമാണ്. ചിലർ കരുതും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അശ്ലീല വെബ്സൈറ്റിൽ നിന്നുള്ള ഏതെങ്കിലും പോൺ വീഡിയോ ആയിരിക്കാം, ലൈംഗിക വീഡിയോ ആയിരിക്കാം, സെക്സ് വീഡിയോ ആയിരിക്കാം എന്ന് ചിലർ കരുതുന്നുണ്ടാകും. ഇതൊന്നുമല്ല. ആ വീഡിയോയിൽ ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിത് അനുവാദത്തോടു കൂടി തന്നെയാണ് പറയുന്നത്, പേരോ നാടോ ഒന്നും പറയരുതേ എന്ന് പറഞ്ഞിട്ടാണ് അവർ എനിക്കിത് അയച്ചു തന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ തന്നെയാണ് അവർ എന്നെ അനുവദിച്ചത്. കാരണം ഇങ്ങനെയും മനുഷ്യരുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ എന്നാണ് എന്നോട് പറഞ്ഞ വാചകം. അപ്പോൾ അതിനകത്ത് ഉള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീയുടെ ഹസ്ബൻഡിനെ ഓർമ്മിച്ചുകൊണ്ട് മറ്റൊരു പുരുഷൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ഇയാളെ പേര് പറഞ്ഞ് അയാൾ മാസ്റ്റർബേറ്റ് ചെയ്യുകയാണ്. ബാക്കി എന്തെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. സംശയമുള്ളവർ കമൻറ്റിൽ ഇട്ടോ, ഞാൻ പിന്നീട് വേണമെങ്കിൽ ഒരു വീഡിയോ കൂടെ ചെയ്യാം. ഈ മനുഷ്യനെ ഓർമ്മിച്ചുകൊണ്ട്, ഈ മനുഷ്യൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആവേശത്തോടു കൂടി ഈ മാസ്റ്റർബേറ്റ് ചെയ്യുകയാണ്. മാസ്റ്റർബേറ്റ് ചെയ്ത് അതിൻ്റെ പൂർണ്ണ തൃപ്തി വരുമ്പോഴും ഇയാൾ ഈ സ്ത്രീയുടെ ഹസ്ബൻഡിൻ്റെ പേരാണ് പറയുന്നത്. അയാളെ പേര് വ്യക്തമായും പറഞ്ഞുകൊണ്ട് ഇയാൾ ചെയ്യുന്നു. സ്ത്രീയുടെ പേര് പറഞ്ഞോ, സ്ത്രീയെ സങ്കല്പിച്ചുകൊണ്ടോ അല്ല, ഒരു പുരുഷനെ സങ്കല്പിച്ചുകൊണ്ട് മറ്റൊരു പുരുഷൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ക്രൂരമായ ഒരു കാര്യമാണ് ഈ നടക്കുന്നതെന്ന്. എന്താണ് അവർ തമ്മിൽ, ഈ സ്ത്രീയുടെ ഹസ്ബൻഡും ഇത് അയച്ച വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ഉള്ളതായിരിക്കാം എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സാഗറേറ്റ് ചെയ്ത് ഒന്നും പറയുന്നില്ല. ഇതാണ് ആ വീഡിയോയിൽ ഉള്ള ആ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതാണ് ഈ സ്ത്രീ കണ്ടത്. പക്ഷേ ആ വീഡിയോ ഇയാൾ ഡിലീറ്റ് ചെയ്തില്ല. ഇത് അയാൾ ഡിലീറ്റ് ചെയ്തു എന്നാണ് അയാൾ കരുതിയിരുന്നത്. പക്ഷേ ആ വീഡിയോ ശരിക്കും അവരുടെ ഈ SD കാർഡിനകത്തേക്ക് പോയിരുന്നു, മെമ്മറി കാർഡിനകത്ത്. ഇയാൾക്കറിയാം, ഇയാൾക്ക് സാങ്കേതികപരമായ ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. പക്ഷേ ഇത് SD കാർഡിലേക്ക് പോയി കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇയാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ലേഡി അത് കോപ്പി ചെയ്തെടുത്തു. അവർ ഇപ്പോഴും അത് രഹസ്യമായി അവരുടെ ഒരു പ്രത്യേക ഫോണിലെ പ്രത്യേക ഫോൾഡറിൽ അവർ സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴും അവർ തമ്മിലുള്ള ബന്ധം വളരെയധികം വികലമായി കഴിഞ്ഞു. കാരണം ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങൾ വേറെയുണ്ട്. അത് ഞാൻ പറയുന്നു മറ്റൊരു എപ്പിസോഡിൽ. അതൊരു ലോങ് സ്റ്റോറിയാണ്. അത് കേട്ടാലും നിങ്ങൾ ഞെട്ടും. അതും ഞാൻ മറ്റൊരു സ്റ്റോറിയിൽ ഞാൻ വിവരിക്കുന്നുണ്ട്. ഇന്ന് ഈ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില സാധ്യതകൾ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ദുഷ്ട പ്രവർത്തികൾ അവരൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. വിചിത്രമായ മനുഷ്യബന്ധങ്ങളുടെ പ്രശ്നമാണ് പലപ്പോഴും ഈ ചാനലിൽ ഞങ്ങൾ എപ്പിസോഡുകളായി അവതരിപ്പിക്കുന്നത്. വിചിത്ര മനസ്സുകൾ, എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ അവൻ്റേതായ ഒരു 0 ലെവലിലേക്ക് താഴ്ന്നു പോകുന്നതെന്നും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് എപ്പിസോഡുകളിൽ വിവരിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് പോലും ഷോക്ക് തോന്നുന്നവയുണ്ട്. ഇത് ഈ ലേഡി പങ്കുവെച്ച ഒരു വിഷയമാണ്. ഇതുപോലെ നിങ്ങൾക്കും പല അനുഭവങ്ങൾ ഉണ്ടാകാം. ഇതിനെ തുടർന്ന് പിന്നീട് ഒന്നും സംഭവിച്ചില്ല. കാരണം ഇതെല്ലാം വിവാഹം കഴിഞ്ഞ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ സംഭവിച്ചതാണ്. അതുകൊണ്ട് ഈ സ്ത്രീ അത് മനസ്സിൽ സൂക്ഷിച്ച് ആരോടും പറയാതിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം കുറേ നാളുകളായി വളരെയധികം മോശപ്പെട്ട നിലയിലേക്ക് പോയി. അതിൻ്റെ കാരണങ്ങൾ ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവർ ഈ ചാനൽ കണ്ടതിന് ശേഷമാണ് അവർ ഈ വിഷയം
എനിക്ക് മെസ്സേജായി അയക്കുകയും ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം ആ വീഡിയോ അയച്ചു തരികയും ചെയ്തത്. ശരിക്കും ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു. കാരണം അത് സൂക്ഷിക്കാൻ പാടുള്ളതല്ല എന്ന് കരുതി തന്നെയാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. അത് നിങ്ങളെ കാണിക്കാനും പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ല എന്നുള്ളതാണ്. അതെന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് കൗതുകമുണ്ട്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക. ഇത്തരം വിഷയങ്ങൾ അടുത്ത എപ്പിസോഡിലും ഇതുപോലെ വിചിത്രമായ കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നന്ദി.